അയ്യ വണക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പോലെ തന്നെ ഒരു VIP മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. CPMന്റെ പ്രസ്റ്റീജിയസ് മണ്ഡലമാണ് വടകര മണ്ഡലം എന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായിരുന്നാലും വടകര മണ്ഡലത്തിന്റെ കഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വടകര മണ്ഡലത്തിൻ്റെ കഥയിലേക്കൊന്ന് പോയിട്ട് വരാം. 1996 മുതൽ CPMന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് വടകര മണ്ഡലം എന്ന് പറയുന്നത്. 1996 O ഭരതൻ വടകര മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു. 98 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. പ്രേംജി അവിടെ നിന്ന് ജയിച്ചു കയറുന്നു. അങ്ങനെ ജയിച്ച് 2004 സതീദേവി അവിടെ ജയിച്ച തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ഫലമാണ് അവസാനത്തെ CPMന്റെ ഒടുക്കത്തെ ജയം എന്ന് പറയുന്നത്. CPM അവിടെ നിന്ന് 1,30,000 വോട്ടിനാണ് 2004 ജയിച്ചത്. അമ്മാതിരി ഹോൾഡും പവറും ആയിരുന്നു വടകര മണ്ഡലത്തിൽ CPMന് ഉണ്ടായിരുന്നത് എന്നുള്ളത്. 2009 ആയപ്പോഴേക്കും നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് ജയിച്ച വലിയ രീതിയിൽ മുന്നേറി. അത് കഴിഞ്ഞ് ഷംസീർ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും മത്സരിക്കാനായിട്ട് 2014 വന്നു നിന്നു. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 3000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്, എത്രയാണ്, വെറും 3000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് 2014 ജയിച്ചു. ഷംസീർ അവിടെ തോറ്റ് പണ്ടാരം അടങ്ങി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ K മുരളീധരനാണ് വടകര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. K മുരളീധരൻ നമ്മുടെ P ജയരാജനെ മലത്തിയടിച്ചുകൊണ്ട് വടകര മണ്ഡലത്തിൽ മുന്നേറിപ്പോയി എന്നുള്ളതാണ് വേറെ കാര്യം. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിച്ച് അങ്ങ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വനത്തിക്കളയുമെന്ന് നമ്മുടെ കേരളത്തിലെ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കേരളത്തിലെ മലയാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ ഭയങ്കര ഭീകരമായിട്ട് K മുരളീധരനിട്ട് വോട്ടിട്ട് കുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശബരിമല വിഷയം ഒരു ഫാക്ടറാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. 2019 ഏറ്റവും വലിയ ഫാക്ടർ ശബരിമല ഫാക്ടറായിരുന്നു. CPMന് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് ശബരിമല അനുകൂലികളെല്ലാം കൂടെ, അതിൽ CPMലുള്ള ഹൈന്ദവ വിശ്വാസികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരെല്ലാവരും കൂടി ആഞ്ഞിട്ട് CPMനെതിരെ കുത്തി. കാരണം CPM ഒരു ഹിന്ദു പാർട്ടിയാണല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് CPMനാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ CPMന് ആ മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അങ്ങനെ തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ KK ശൈലജ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കേട്ടിരുന്ന, എങ്കിലും ആ അഴിമതി ആരോപണങ്ങളുടെ മുകളിലൂടെയെല്ലാം പുട്ടിയിട്ട് അടിച്ച് നമ്മുടെ KK ശൈലജ ടീച്ചറെ ഇത്തവണ വടകര മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ഇറക്കി നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായ ശേഷം KK ശൈലജ ടീച്ചറുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണെന്നാണ് കമ്മിക്കുട്ടന്മാരെല്ലാം പറയുന്നത്. പക്ഷേ തെർമോമീറ്റർ അഴിമതി, PPE കിറ്റ് അഴിമതി, കണ്ണട വിവാദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ KK ശൈലജ ടീച്ചറെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. കേരളം കോവിഡിൽ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പോലും, കോവിഡ് പ്രതിരോധത്തിൽ കേട്ടോ, കോവിഡിൽ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ മഹാരാഷ്ട്രയ്ക്ക് ശേഷം കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഡെത്തുകൾ മഹാരാഷ്ട്രയ്ക്ക് ശേഷം കേരളത്തിലാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായി മുന്നേറിയുമ്പോഴും കോവിഡിൽ കേരളം എങ്ങനെയാണ് പ്രതിരോധത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതെന്തായാലും അതവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ കഥയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കത് ചർച്ചയാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ശൈലജ ടീച്ചറുടെ കഥയാണ്. ശൈലജ ടീച്ചർ ഇത്തവണ അവിടെ വന്ന് നിൽക്കുകയാണ്. മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. ഇത് നമ്മുടെ പിണറായി സഖാവിനെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. കാരണം പിണറായി സഖാവ് ശൈലജ ടീച്ചറെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് വിടാനുള്ളൊരു പരിപാടിയല്ല നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് KK ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ കോവിഡിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് മുതൽ KK ശൈലജ ടീച്ചറിനെ പുഷ്പം പോലെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പിണറായി സഖാവ് വന്ന് എന്നും 6 മണിക്ക് തള്ളാനായിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തവും കൃത്യമായിട്ട് അറിയാനുള്ള കാര്യമാണ്. അതും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ KK ശൈലജ ടീച്ചറാണ് ഇത്തവണ വടകരയിൽ നിന്ന് മത്സരിപ്പിക്കാൻ പോകുന്നത്. KK ശൈലജ ടീച്ചർ അവിടെ നിന്ന് മത്സരിച്ച് നമ്മുടെ പാർലമെന്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതേ സംശയം എനിക്കുണ്ട്. കാരണം അവിടെ ചെന്നിരുന്നിട്ട് പുറകെ നിന്ന് പോകാനും ബില്ല് കീറി എറിയാനും മാത്രമായിരിക്കും KK ശൈലജ ടീച്ചറെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുക എന്ന് പല ആൾക്കാരും പറയുമ്പോഴും അതുപോലും ടീച്ചർ ചെയ്യുമോ എന്ന് ഡൗട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ PK ശ്രീമതി ടീച്ചറുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. PK ശ്രീമതി ടീച്ചറിൻ്റെ കാര്യമൊക്കെ നമ്മുടെ ദ എപ്പിഡമിക് ഓഫ് ദ ഇന്ത്യ, ദ എപ്പിഡമിക് വാസ് സ്പ്രെഡിങ് ആൾ ഓവർ ദ ബേണിംഗ് ഓഫ് ദ കൺട്രി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഇംഗ്ലീഷിൽ ആംഗലേയ പാണ്ഡിത്യമൊക്കെ ഉള്ള ടീച്ചറായിരുന്നു. അത് വലിയ ട്രോളുമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ KK ശൈലജ ടീച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും റിപ്പബ്ലിക് TVക്കൊക്കെ ബൈറ്റ് കൊടുക്കുന്ന KK ശൈലജ ടീച്ചറിൻ്റെ ആ ബൈറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചറിനും ഇംഗ്ലീഷിൽ വലിയ രീതിയിലുള്ള പ്രാവീണ്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എടുത്ത് പറയുന്നത് ഒരിക്കലും ടീച്ചറിനെ അപമാനിക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ, ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ ഭാഷ വലിയ രീതിയിൽ ഒരു ഘടകമാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണം. അല്ലെങ്കിൽ അത്യാവശ്യം ജോൺ ബ്രിട്ടാസിനെ പോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനെങ്കിലും KK ശൈലജ ടീച്ചർക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. എന്തായിരുന്നാലും KK ശൈലജ ടീച്ചറിനെ വടകര ഇത്തവണ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയതുകൊണ്ട് പിടിക്കാൻ അവിടെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പിടിക്കാൻ ഇറക്കി നിർത്തിയപ്പോൾ വടകരയിൽ മുരളീധരൻ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വടകരയിൽ മുരളീധരൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് പോരാഞ്ഞിട്ട് വടകര ഇത്തവണ മുരളീധരൻ ഒന്നുകൂടെ മത്സരിക്കാൻ ആൾക്ക് വയ്യ മത്സരിക്കാൻ. കാരണം ഈ വടകരയിൽ മത്സരിക്കുക, പിന്നെ തൃശ്ശൂർ പ്രതാപൻ നിന്ന് മത്സരിക്കുക, ഇവർക്കൊന്നും മത്സരിക്കാൻ വയ്യ എന്നുള്ളത് അന്തർധാരയിൽ സജീവമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മത്സരിക്കുകയേ വേണ്ട, എനിക്കിനി MLA സ്ഥാനം മതി, ഈ MP സ്ഥാനം വേണ്ട. കാരണം അങ്ങോട്ട് പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. 2019 കുഞ്ഞാപ്പിളയും പെരിയാപ്പിളയും എല്ലാം കൂടെ ഇവിടെ നിന്ന് കെട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞ ശേഷം
അവിടെ നിന്ന് ഒന്നും കിട്ടാതെ എക്കും പൊക്കും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. കാരണം നരേന്ദ്രമോദിയാണ് അവിടെ ഭരിക്കുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിലൊന്നും ഒരു പുൽനാമിന്റെ വില പോലും ഇവർക്ക് കിട്ടില്ല എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ MP സ്ഥാനം കിട്ടുന്നതിനേക്കാളും ഇവിടെ വന്നൊരു MLA സ്ഥാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2021 പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറി നല്ല ഭംഗിയായിട്ട് ഭരിച്ചു മുടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ UDF ഭരണത്തിൽ വരുമെന്നാണ് ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ എത്രത്തോളം ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു MLA സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം അല്ലെങ്കിലും പോട്ടെ, ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ അടിച്ച് കഴിയാലോ. ആ ഒരു സംഭവം ഇവരുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മത്സരിക്കാൻ ഇത്തവണ കെ മുരളീധരനും വയ്യ എന്നുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കെ മുരളീധരന് അടുത്ത തവണ ഒരു MLA സീറ്റ് മോഹിച്ച് നടക്കുന്ന ഒരാളാണ്. വട്ടിയൂർക്കാവിൽ നല്ല MLA ആയിരുന്നു കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നിന്നാണ് അയാളെ പറിച്ച് വടകര നടുന്നത്. അയാൾ അവിടെയും ഭയങ്കര ഭീകരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇത്തവണ KK ശൈലജ ടീച്ചറെ കൊണ്ടുവന്നപ്പോൾ കെ മുരളീധരനെ എടുത്ത് ഇങ്ങോട്ട് തൃശ്ശൂർ ഇട്ടു. അതിന്റെ കോൺടാക്സ്റ്റ് ഒക്കെ നമുക്ക് അറിയാലോ. കാരണം മുരളീധരന്റെ സഹോദരിയായിട്ടുള്ള പത്മജ BJP വന്നു, പത്മജയെ പ്രതിരോധിക്കാൻ എന്നൊക്കെയുള്ള ബ്ലാ കാരണമാണ് ഇങ്ങോട്ടേക്ക് നമ്മുടെ കെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് അടിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത്തവണ KK ശൈലജ ടീച്ചർ അവിടെ ജയിക്കില്ലേ? ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ടഫ് കോമ്പറ്റീഷനുമാണ്. ഇത്തവണ ഷാഫി പറമ്പിലാണ് അവിടെ നിൽക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ചില്ലറപ്പുള്ളിയല്ല. സത്യമായിട്ട് ഷാഫി പറമ്പിൽ ചില്ലറപ്പുള്ളിയല്ല. ഭാവിയിൽ നമ്മുടെ കോൺഗ്രസ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാൻ പറ്റുന്ന, യുവാക്കൾക്കിടയിൽ അതിഗംഭീര സ്വാധീനമുള്ള, നമ്മുടെ നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാരിനെ മുട്ടയിൽ നിർത്തുന്ന നല്ല ഒരു സാമാജികനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഷാഫി പറമ്പിനെ പാലക്കാട് നിന്ന് തൂക്കി നേരെ വടകര കൊണ്ടിട്ടു. ആദ്യം വിചാരിച്ചു ഷാഫി പറമ്പിൽ അവിടെ തിളങ്ങില്ലാന്ന്. പക്ഷേ ഷാഫിക്കുള്ള സ്വീകരണം, ആ സ്വീകരണം പോലും KK ശൈലജ ടീച്ചറിനെ അസ്വസ്ഥതപ്പെടുത്തി എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്, ഒരു വസ്തുതയാണ്. പോരാത്തതിന് UDFന്റെ മണ്ഡലമാണ്. LDFനെതിരെ ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽപ്പുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്മാതിരി കയ്യിലിരിപ്പുകളാണല്ലോ കൂട്ടുന്നത്. അതുകൊണ്ട് മാസപ്പടി വിവാദമുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, ഡോളർ കടത്തുണ്ട്, പിന്നെ ഇല്ലാത്ത വിവാദങ്ങളൊന്നുമില്ല. ദൂർത്തുണ്ട്, പൈസയില്ല ശമ്പളം കൊടുക്കാനായിട്ട്, പക്ഷേ പിണറായി സർക്കാർ ടൂർ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു UDF അനുകൂല വികാരവും LDF ഭരണവിരുദ്ധ വികാരവും ഇപ്പോൾ ഏറിലുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കണമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് TP ചന്ദ്രശേഖരൻ എഫക്ട് എന്ന് പറയുന്നത്. 2012 TP ചന്ദ്രശേഖരനെ കണ്ടം തുണ്ടമായി വെട്ടി വീഴ്ത്തുമ്പോൾ ഒരിക്കലും CPM വിചാരിച്ച കാണില്ല TP ചന്ദ്രശേഖരൻ ഒരു കൊടുങ്കാറ്റായിട്ട് അവിടെയുള്ള വോട്ടർമാരുടെ ചിന്താധാരകളിലും രക്തത്തിലൂടെയൊക്കെ ഒഴുകും എന്ന് ഒരിക്കലും പാർട്ടി വിചാരിച്ച് കാണില്ല. കാരണം 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരന്റെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായതാണ് എന്നാണ് നമ്മുടെ CPM വിലയിരുത്തുന്നത്. അത് അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കി. അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച നമ്മുടെ ചന്ദ്രശേഖരൻ 21,000 വോട്ട്, ചില്ലറ കാര്യമല്ലത്. 2009 21,000 വോട്ടാണ് അവിടെ TP ചന്ദ്രശേഖരൻ പിടിച്ചത്. 21,000 ജനങ്ങളുടെ പിന്തുണ ആ മനുഷ്യനുണ്ടായിരുന്നു. CPM നിന്ന് അടർന്നു മാറി പുതിയ പാർട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ആ മനുഷ്യന്റെ അവിടുത്തെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. ഒറ്റയാൾ പോരാട്ടമായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ 21,000 വോട്ട് പിടിച്ചപ്പോൾ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രന് 56,186 വോട്ടിന്റെ മാർജിനിൽ ജയിക്കാൻ പറ്റി എന്നുള്ളതാണ്. സതീദേവി അവിടെ 3,65,069 വോട്ട് നേടിയപ്പോൾ മുല്ലപ്പള്ളി 4,21,255 നേടി. TP ചന്ദ്രശേഖരൻ 21,833 വോട്ട്, ഏകദേശം അടുപ്പിച്ച് 22,000 വോട്ട് അവിടെ നേടി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഷാഫി പറമ്പിലോട്ടും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നുമില്ല. ഷാഫി പറമ്പിലോട്ട് അത് പ്രതിഫലിക്കുമെന്ന് മാത്രമല്ല, KK രമ അവിടെ ഷാഫി പറമ്പിലിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് TP ചന്ദ്രശേഖരൻ എഫക്റ്റ് ഉടനെ ഒന്നും മാഞ്ഞു തേഞ്ഞ് പോകാത്തതും KK ശൈലജ ടീച്ചർക്ക് അടിയാകും എന്നുള്ളത് അടുത്ത കാര്യം. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ വരുമ്പോൾ മത്സരം കടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. KK ശൈലജ ടീച്ചർ ഒരു 70% തോൽക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കാരണം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ അവിടെ ചർച്ചയാക്കുന്നുണ്ട്. KK ശൈലജ ടീച്ചറിൻ്റെ കന്നഡ അഴിമതി ആരോപണം, വളരെ പാവപ്പെട്ട ഒരു ടീച്ചറാണ്, പഞ്ചപാവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കന്നഡയ്ക്ക് 35,000 രൂപയാണ്. അതൊക്കെ റീഇംബേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് KK ശൈലജ ടീച്ചറിൻ്റെ PPE കിറ്റിൻ്റെ ആരോപണം. ഈ PPE കിറ്റിൻ്റെ ആരോപണം എന്ന് പറയുന്നത് PPE കിറ്റ് വാങ്ങിച്ചതിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രിക്ക് വലിയ പങ്കുണ്ടെന്ന് പിന്നീട് KK ശൈലജ ടീച്ചർ വന്ന് പറഞ്ഞാണ്. പങ്കുണ്ട് എന്നല്ല, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് തെർമോമീറ്റർ ആരോപണം, അങ്ങനെ പല ആരോപണങ്ങൾ ഇങ്ങനെ ഏറി നിൽപ്പുണ്ട്. എങ്കിലും ടീച്ചറിൻ്റെ ആ ഒരു ടീച്ചർ നല്ലൊരു ടീച്ചറാണ്. ആ ഒരു ഫേസ് വെച്ച് പിടിക്കാനാണ് നമ്മുടെ CPM നോക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ LDFന് കൂച്ചുവിലം കിടാൻ ഷാഫി പറമ്പിൽ കഴിയും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു പൊളിക്കും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ K മുരളീധരൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 84,663 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് K മുരളീധരൻ വിജയിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയൊക്കെ അവിടെ ഒരു ഫാക്ടറായിരുന്നു. ഇത്തവണ ഷാഫി പറമ്പിൽ എത്തുമ്പോൾ ഷാഫി പറമ്പിൽ ഒരു കറതീർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്, യുവ നേതാവാണ്. അപ്പോൾ ഷാഫി പറമ്പിൻ്റെ മുമ്പിൽ ശൈലജ ടീച്ചർക്ക്
ടീച്ചർക്ക് മുട്ടിടിക്കും എന്നുള്ള കാര്യത്തിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ അഭിപ്രായമുള്ളൂ, ശൈലജ ടീച്ചർക്ക് ഷാഫി പറമ്പിൻ്റെ മുമ്പിൽ മുട്ടിടിക്കും. ഷാഫി പറമ്പിൽ വളരെ ഗംഭീരമായിട്ട് അവിടെ നിന്ന് വിജയിച്ച് വരാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചർ ഇത്തവണ ഇലക്ഷൻ വർക്കിന് കുറച്ച് വേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകുന്നത്. ഷാഫി പാലക്കാട് എന്നുള്ള MLA ആണെങ്കിലും പാലക്കാട് മാത്രം ഒതുങ്ങുന്നതല്ല ഷാഫിയുടെ ഖ്യാതി എന്ന് മനസ്സിലാക്കണം. പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും ഷാഫിക്ക് ഇപ്പോൾ തന്നെ ഫാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റീഷ്യനായിട്ടാണ് ഷാഫി ഉയർന്നു വരുന്നത്. പിന്നെ ഷാഫിയുടെ വാല് പിടിച്ചൊരു കേട്ട് വാണാലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഷാഫിയെ പോലെ അത്രയ്ക്ക് ഗംഭീരമായിട്ടല്ല രാഹുൽ വളർന്നു വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വാ തുറന്നു കഴിഞ്ഞാൽ വിവരക്കേട് മാത്രമേ പറയൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും ഷാഫി പറമ്പിലും ശൈലജയും തമ്മിലുള്ള പോരാട്ടത്തിൽ ടഫ് കോമ്പറ്റീഷനാണ്. ശൈലജ തോക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. പിന്നെ ജനാധിപത്യമാണ്, ജനങ്ങളാണ് രാജാവ്. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ എത്രയൊക്കെ പ്രവചിച്ചാലും ജനങ്ങൾ തീരുമാനിക്കുന്നതേ നടക്കൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ വേണം നടക്കാൻ. സകല പ്രവചനങ്ങളും പൊളിഞ്ഞു പോകണം എന്നുള്ളതും വേറൊരു കാര്യം. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.